നമസ്കാരം. വാർത്തകളിൽ ഇടം പിടിക്കാൻ പല സംഭവ വികാസങ്ങളും നടത്തുന്ന ആൾക്കാരുള്ള കാലഘട്ടമാണ് ഇത്. കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നിരുന്നു. നടി ഹണി റോസ് നൽകിയ പരാതിയിൽ ബോച്ചിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായിട്ടുണ്ടായിരുന്നു. എന്നാൽ ജാമ്യം ലഭിച്ചിട്ട് പോലും പുറത്തിറങ്ങാൻ ബോച്ചി വിസമ്മതിച്ചു. അത്തരൊരു സംഭവം വാർത്താ പ്രാധാന്യത്തിനായി മനഃപൂർവ്വം സൃഷ്ടിച്ചതായിരുന്നു എന്ന വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ തികച്ചും വേറിട്ടൊരു സംഭവമാണ് ചർച്ചയാകുന്നത്. ഓൺലൈൻ കണ്ടന്റ് നിർമ്മിക്കാൻ 158ഓളം പുരുഷന്മാരുമായി കിടപ്പറ പങ്കിട്ടുവെന്ന് പറഞ്ഞ് വിവാദം സൃഷ്ടിച്ച ബോണി ബ്ലൂ ഇപ്പോൾ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയാണ്. 12 മണിക്കൂറുകൾ കൊണ്ട് 1057 പുരുഷന്മാരുമായി കിടപ്പറ പങ്കിട്ടെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ബോണി ബ്ലൂ. ഇതോടെ അഡൾട്ട് സ്റ്റാറായ ലിസിയുടെ റെക്കോർഡുകൾ തിരുത്തിയെഴുതിയെന്നും ബോണി ബ്ലൂ പറയുന്നു. 24 മണിക്കൂറുകൾ കൊണ്ട് 919 പുരുഷന്മാരുമായി കിടപ്പറ പങ്കിട്ട റെക്കോർഡായിരുന്നു ലിഡയ്ക്കുണ്ടായിരുന്നത്. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ബോണി ബ്ലൂവിന്റെ തുറന്നു പറച്ചിൽ. ഒരു ദിവസം 1000-ലധികം പുരുഷന്മാർ എന്നെ ക്യാപ്ഷനോടുകൂടിയാണ് താരം വീഡിയോ പങ്കുവച്ചത്. തന്റെ ലക്ഷ്യം നിറവേറ്റാൻ സഹായിച്ച എല്ലാവർക്കും ബോണി നന്ദിയും അറിയിച്ചിട്ടുണ്ട്. എനിക്ക് വീൽ ചെയറിന്റെ ആവശ്യമില്ല, ആരോഗ്യത്തിന് യാതൊരു പ്രശ്നവുമില്ല. കിടപ്പുമുറിയിൽ വളരെയധികം തിരക്കുകളുള്ള ദിവസമായിരുന്നു. ആദ്യത്തെ 4 മണിക്കൂറോളം വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ലക്ഷ്യം നിറവേറ്റാനായി എല്ലാം സഹിച്ചുവെന്ന് ഇവർ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഓൺഫിലാൻസ് ആൻഡ് സ്റ്റാർ ആണ് ബോണി ബ്ലൂ. അഡൽട്സ് കണ്ടന്റ് ക്രിയേഷനിലൂടെ ഒരു മാസം 7 ലക്ഷത്തിൽ പരം സമ്പാദിച്ചിട്ടുണ്ടെന്നും ഈ നേട്ടത്തിലേക്ക് എത്താൻ പ്രധാന പങ്ക് വഹിച്ചത് തന്റെ മാതാപിതാക്കളാണെന്നും ബോണി ബ്ലൂ പറഞ്ഞിരുന്നു. തനിക്ക് എല്ലാവിധ പിന്തുണയുമായി മാതാപിതാക്കൾ ഒപ്പമുണ്ട്. തന്നോടൊപ്പമുള്ള വീഡിയോ ചിത്രീകരിക്കാൻ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെ കണ്ടെത്തുന്നതിനും സമ്മതപത്രം തയ്യാറാക്കുന്നതിനും അമ്മയാണ് സഹായിച്ചത്. വീഡിയോകൾ ചിത്രീകരിച്ചതിനു ശേഷം എന്നെ സഹായിക്കാൻ അമ്മ കൂടെ കാണുമെന്നാണ് അന്ന് ബോണി ബ്ലൂ പറഞ്ഞിരുന്നത്. അതേസമയം ബോണിയുടെ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയായി പലരും വേട്ടക്കാരി എന്ന മുദ്ര കുത്തി. ദുരുപയോഗത്തെ അതിജീവിച്ച ഹാരിസൺ ജെയിംസ് അപകടകരമായ ഒരു സംസ്കാരത്തിന് സംഭാവന നൽകിയെന്ന് ആരോപിച്ചു. സ്കൂൾ വിട്ടവരെ ലക്ഷ്യം വെക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചതിനു ശേഷം ഓസ്ട്രേലിയയ്ക്കുള്ള ബോണിയുടെ വിസ റദ്ദാക്കി. നോട്ടിംഗ്ഹാംഷെയറിലെ സ്റ്റാപ്പിൻഫോർഡിൽ 1999 ജനിച്ച ബോണി ബ്ലൂ ഒരു ഇംഗ്ലീഷ് അഡൽട്ട് പെർഫോമറും ഓൺലൈൻ ഫാൻസ് എന്ന പരിപാടിയുടെ ശ്രദ്ധയാണ്. 1999 ജനിച്ച ബ്ലൂ അവരുടെ വരുമാനം പ്രതീക്ഷകളെ കവിഞ്ഞപ്പോൾ ആപ്പിലേക്ക് മാറുന്നതിന് മുൻപ് വെബ്കിം മോഡലായി കരിയർ ആരംഭിച്ചു. പിന്നീട് അങ്ങോട്ട് നിരവധി വാർത്തകളിൽ ബോണി ഇടം പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോഴും നിരവധി ആരോപണങ്ങളും വിമർശനങ്ങളുമാണ് ഉയരുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Branding partner Kohna, Coalition of Hindus of North America. EduBix, Online Executive Education. Focus, Physiotherapy Center, Pattam. Unnat Engineering, Gujarat. Tirthayatra.com. Iron Build, Gujarat. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.